സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന ഫെഡറൽ നികുതി വരുമാനത്തിന്റെ വിഹിതം കുറയ്ക്കുന്നതിനും സംസ്ഥാനങ്ങൾക്ക് പ്രഖ്യാപിക്കുന്ന ജനപ്രിയ ക്ഷേമ പദ്ധതികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനുമുള്ള നിർദ്ദേശം കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നതായി റിപ്പോർട്ട്. ഈ നിർദ്ദേശം നടപ്പിലാക്കി കഴിഞ്ഞാൽ സംസ്ഥാനങ്ങൾക്കായുള്ള നീക്കിയിരിപ്പിനെയും വിനിയോഗത്തെയും സാരമായി ഇത് ബാധിക്കും. ഇതേ ചൊല്ലി കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടാകുമെന്നും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകി വരുന്ന സാമ്പത്തിക സഹായത്തിൽ കുറവ് വരുത്തുകയും ഫണ്ട് കൈമാറ്റം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷം ഭരിക്കുന്ന നിരവധി സംസ്ഥാനങ്ങൾ ആരോപിക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ ഈ പുതിയ നീക്കം. ക്ഷേമ പദ്ധതികൾ നിയന്ത്രിക്കാനുള്ള നീക്കം കൂടുതൽ പിരിമുറുക്കങ്ങൾ വർദ്ധിപ്പിക്കും. സാമൂഹിക ക്ഷേമത്തിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഇത്തരം പരിപാടികൾ അനിവാര്യമാണെന്ന് പല സംസ്ഥാനങ്ങളും വാദിക്കുന്നുമുണ്ട്. കേരളത്തെ സംബന്ധിച്ച് കേന്ദ്രത്തിൽ നിന്നും അവകാശപ്പെട്ട സഹായം ലഭിക്കുന്നില്ല എന്ന് നിരന്തരം സംസ്ഥാന സർക്കാർ പരാതി ഉന്നയിക്കുന്ന സാഹചര്യമാണ്. ഇതേ സംബന്ധിച്ച് കേന്ദ്രത്തിനെതിരെ പല ആവർത്തി ഏറ്റുമുട്ടലുകൾ നടന്നു കഴിഞ്ഞു. പുതിയ നിയന്ത്രണങ്ങൾ കൂടി വരുന്നതോടെ ക്ഷേമ പെൻഷൻ പോലും നൽകാൻ സാധിക്കാത്ത നിലയിലേക്കെത്തും. ഇത് കേരളത്തെ മാത്രമല്ല പ്രതിപക്ഷം ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങൾക്കും തിരിച്ചടിയാകും. ഫെഡറൽ നികുതി വരുമാനത്തിൽ സംസ്ഥാനങ്ങളുടെ വിഹിതം നിലവിലുള്ള 41% നിന്ന് കുറഞ്ഞത് 40% കുറയ്ക്കാനാണ് സർക്കാർ ശുപാർശ ചെയ്യുന്നത്. നികുതി വരുമാന വിതരണത്തിലും കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങളിലും ശുപാർശകൾ നൽകുന്ന ഭരണഘടനാ സ്ഥാപനമായ 16ാം ധനകാര്യ കമ്മീഷന് മുമ്പാകെ ഈ നിർദ്ദേശം സമർപ്പിക്കുമെന്നാണ് സൂചന. സാമ്പത്തിക വിദഗ്ധനായ അരവിന്ദ് പനഗരിയുടെ നേതൃത്വത്തിലുള്ള ധനകാര്യ കമ്മീഷൻ ഒക്ടോബർ 31-നകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് വിവരം. കൂടാതെ അതിന്റെ ശുപാർശകൾ 2026-27 സാമ്പത്തിക വർഷം മുതൽ ബാധകമാവുകയും ചെയ്യും. സംസ്ഥാനങ്ങളുടെ നികുതി വരുമാന വിഹിതത്തിൽ 1% വർധനവ് ഉണ്ടായിക്കഴിഞ്ഞാൽ നടപ്പ് വർഷത്തെ പ്രതീക്ഷിക്കുന്ന നികുതി പിരിവിന്റെ അടിസ്ഥാനത്തിൽ ഫെഡറൽ ഗവൺമെന്റിന് ഏകദേശം 350 ബില്യൺ രൂപ, അതായത് $4.03 ബില്യൺ ലഭിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. വ്യക്തിഗത വർഷത്തെ നികുതി പിരിവിനെ അടിസ്ഥാനമാക്കി അന്തിമ സംഖ്യ വ്യത്യാസപ്പെടുകയും ചെയ്യും. ധനകാര്യ മന്ത്രാലയത്തിനും ധനകാര്യ കമ്മീഷനും അയച്ച ഇമെയിലിന് ഒരു പ്രതികരണവും എന്നാൽ ഇതുവരെയും ലഭിച്ചില്ല. 1980-ൽ സംസ്ഥാന സർക്കാരുകൾക്ക് പോകുന്ന നികുതി വിഹിതം 20% ഇപ്പോൾ 41% ഉയർന്നിട്ടുണ്ട്. എന്നാൽ സാമ്പത്തിക മാന്ദ്യത്തിന്റെ വർഷങ്ങളിൽ ഫെഡറൽ ഗവൺമെന്റിന്റെ ചെലവ് ആവശ്യകതകൾ വർദ്ധിപ്പിച്ചുവെന്നാണ് വിവരം. ഇത് സംസ്ഥാനങ്ങൾക്ക് പോകുന്ന നികുതി വരുമാനത്തിന്റെ കുറവ് വരുത്തണമെന്ന ആവശ്യത്തിലേക്ക് നയിച്ചതായും റോയിട്ടേഴ്സ് വൃത്തങ്ങൾ പറയുന്നു. 2024-25 വർഷത്തിൽ ഇന്ത്യയുടെ ഫെഡറൽ ഗവൺമെന്റിന്റെ ധനക്കമ്മി മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ 4.8% കണക്കാക്കപ്പെടുന്നു. അതേസമയം തന്നെ സംസ്ഥാനങ്ങൾക്ക് ദേശീയ GDP-യുടെ 3.2% ധനക്കമ്മിയുണ്ട്. സമ്പദ് വ്യവസ്ഥയിലെ മൊത്തം സർക്കാർ ചെലവിന്റെ 60%-ലധികം സംസ്ഥാനങ്ങൾ വഹിക്കുന്നുമുണ്ട്. സാധാരണയായി ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങൾക്കായി കൂടുതൽ ചെലവഴിക്കുന്നുമുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഫെഡറൽ ഗവൺമെന്റിന്റെ ചെലവ് ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്നിരുന്നാലും 2017 ജൂലൈയിൽ ദേശീയ ചരക്ക് സേവന നികുതി നടപ്പിലാക്കിയതിനു ശേഷം വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ സംസ്ഥാനങ്ങൾക്ക് പരിമിതമായ വിവേചനാധികാരമേ ഉള്ളൂ. COVID-19 മഹാമാരിക്ക് ശേഷം ഫെഡറൽ ഗവൺമെന്റ് സംസ്ഥാനങ്ങളുമായി പങ്കിടാത്ത സെസ്സുകളുടെയും സർചാർജുകളുടെയും വിഹിതം മൊത്ത നികുതി വരുമാനത്തിന്റെ 9% മുതൽ 12%-ൽ നിന്ന് 15%-ൽ കൂടുതലായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനങ്ങൾക്ക് ലഭ്യമായ വിഭവങ്ങളിലെ മാറ്റം ചെലവ് മുൻഗണനകളിലെ മാറ്റങ്ങൾക്കും കാരണമായേക്കാം. രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലെല്ലാം തന്നെ സംസ്ഥാനങ്ങൾക്ക് പണം നൽകൽ, കടം എഴുതിത്തള്ളൽ, മറ്റ് സൗജന്യങ്ങൾ എന്നിങ്ങനെ വിളിക്കപ്പെടുന്ന നിരവധി പദ്ധതികൾ നടപ്പാക്കി വരുന്ന രീതിയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ തീരുമാനം ഇത്തരത്തിലുള്ള നീക്കങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങൾ സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് റോയിട്ടേഴ്സ് വൃത്തങ്ങൾ പറയുന്നത്. സംസ്ഥാന നികുതി വരുമാനത്തിലെ കുറവ് നികത്തുന്നതിന് സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന ഫെഡറൽ ഗ്രാന്റുകൾ ചില വ്യവസ്ഥകൾ പാലിക്കുന്നതുമായി ബന്ധിപ്പിക്കുക എന്നതാണ് ഇതിനുള്ള ഒരു മാർഗം. ആ വ്യവസ്ഥകൾ പാലിച്ച ശേഷം മാത്രമേ സംസ്ഥാനങ്ങൾക്ക് അത്തരം ഗ്രാന്റുകൾ ലഭിക്കാൻ അർഹതയുണ്ടാകൂ എന്നും വൃത്തങ്ങൾ പറയുന്നുണ്ട്. സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതായി കരുതപ്പെടുന്ന സംസ്ഥാനങ്ങൾക്ക് ഫെഡറൽ സർക്കാർ ഗ്രാന്റുകൾ നിഷേധിക്കുമോ എന്ന കാര്യത്തിൽ കൃത്യതയില്ല. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഈ റവന്യൂ കമ്മി ഗ്രാന്റുകൾ 2021-22 $1.18 ട്രില്യൺ നിന്ന്, അതായത് $13.61 ബില്യൺ നിന്നും 2025-26 ബജറ്റിൽ കണക്കാക്കിയ $137 ബില്യൺ കുറയുകയും ചെയ്തിരുന്നു.